ലഹരി പാർട്ടികളിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായി കാണേണ്ടതല്ലേ? കൃത്യമായ ആക്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ ഇത് ആവർത്തിക്കപ്പെടുന്നത്? അക്കാര്യത്തിൽ സംശയമില്ല ബിനിൽ. ഈ താരങ്ങൾ എന്തിന് ഈ മുറി സന്ദർശിച്ചു? പ്രമുഖ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കുപ്രസിദ്ധ ഗുണ്ടയുടെ മുറിയിൽ എന്തിന് എത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 3 മുറികളായിരുന്നു ഓംപ്രകാശിൻ്റെയും കൂട്ടാളികളുടെയും പേരിൽ അവിടെ ബുക്ക് ചെയ്തിരുന്നത്. ഓംപ്രകാശിൻ്റെ പേരിലല്ല, അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെ പേരിൽ 3 മുറികളായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അതിലൊരു മുറിയിലാണ് ഈ 2 താരങ്ങളും മറ്റു 20 പേരും വന്നു പോയതായി പോലീസ് സൂചിപ്പിക്കുന്നത്. അവർ ആ പാർട്ടിയിൽ പങ്കെടുക്കാൻ വന്ന് മടങ്ങിയതാണോ, ഇനി അതല്ല ഈ ലഹരി പാർട്ടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണോ, ലഹരി ഉപയോഗിക്കാൻ വേണ്ടി വന്നതാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ലഭിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്തു തന്നെയായിരുന്നാലും ഒരു കുപ്രസിദ്ധ ഗുണ്ടയുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ഗുണ്ട പങ്കെടുത്ത് നടക്കുന്ന ഒരു പരിപാടിയിലോ എന്തിന് ഈ താരങ്ങൾ പോയി എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. സ്വാഭാവികമായും നേരത്തെ ബിനിൽ സൂചിപ്പിച്ചതുപോലെ മുൻപൊക്കെ തന്നെ നിലനിൽക്കുന്നത് പോലെയുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ പലതുണ്ട്. ഈ ചലച്ചിത്ര മേഖലയിലെ ലഹരി ഉപയോഗം സംബന്ധിച്ചും താരങ്ങൾക്കിടയിലെ ലഹരി ഉപയോഗം സംബന്ധിച്ചും ലഹരി പാർട്ടികളിലെ അവരുടെ സാന്നിധ്യം സംബന്ധിച്ചും ഒക്കെയുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, പരാതികൾ നേരത്തെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴൊന്നും അതിൽ കൃത്യമായൊരു നടപടി ഉണ്ടായിട്ടില്ല. നടപടി എടുക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും വരുന്നു എന്നതിനപ്പുറത്തേക്ക് കൃത്യമായൊരു നടപടി അക്കാര്യത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് ഇപ്പോൾ പ്രയാഗ മാർട്ടിനിലോ അല്ലെങ്കിൽ ശ്രീനാഥ് ഭാസിയിലോ ഓംപ്രകാശിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. അത് മറ്റു പലരും ഈ രീതിയിൽ തന്നെ സ്വീകരിച്ച് പോരുന്ന രീതികളായിരിക്കാം. പക്ഷെ അത് പുറത്തേക്ക് വരുന്നില്ല, പുറം ലോകം കാണുന്നില്ല എന്നുള്ളത് മാത്രമായിരിക്കും അതിലൊരു പ്രത്യേകത. ഈ വിഷയം പ്രതികരണം കാണാം. അന്വേഷണം ഉണ്ടാകുമോ? ചോദ്യം ചെയ്യോ സർ? കൂടുതൽ അന്വേഷണം ഉണ്ടാവും. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നാണ് ഈ കേസ് അന്വേഷിക്കുന്ന മരട് SI അടക്കം പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പ്രയാഗ മാർട്ടിൻ്റെയും ശ്രീനാഥ് ഭാസിയുടെയും പേര് റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ മടങ്ങുകയാണ്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാകാതെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. 2 പ്രതികൾക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ മരട് CIയുടെ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കോടതിയിൽ നിന്ന് പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ ഓംപ്രകാശും ഒപ്പം തന്നെ കൂട്ടുപ്രതി ഷിഹാസും കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി തുടരന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എല്ലാ കാര്യവും പരിശോധിക്കുമെന്നാണ്. അതായത് പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിക്കുമെതിരെ ഇനി തുടരന്വേഷണം ഉണ്ടാകില്ലേ എന്ന് ചോദിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് CI പറയുന്നത്. അക്കാര്യത്തിൽ ഇനി എന്തായാലും ഈ നടന്മാർ ഈ കേസിൽ പരാമർശത്തിൽ വന്നതോടുകൂടി തന്നെ ഇനി ഈ കേസിൽ തുടരന്വേഷണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഓംപ്രകാശ് അടക്കമുള്ള മറ്റ് ഷിഹാസ് അടക്കമുള്ള പ്രതികൾ ഇപ്പോൾ തന്നെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോലീസ് മടങ്ങിയിരിക്കുന്നു. ജാമ്യം ലഭിച്ച പ്രതികൾ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രയാഗ മാർട്ടിനെയും ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസിയെയും പോലീസ് മൊഴിയെടുക്കേണ്ടി വരും. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർ ഈ റൂമിൽ എന്തിന് പോയി എന്നും എന്തിന് ഈ റൂമിൽ സന്ദർശനം നടത്തി എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. കാരണം ഒരു ലഹരി കേസാണ്. ലഹരി കേസുമായി ബന്ധപ്പെട്ട പിടിയിലായ പ്രതികളുടെ റൂമിലാണ് ഇവർ സന്ദർശനം നടത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ ഭാഗത്തു നിന്ന് മൊഴി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം തന്നെ ഈ കേസുമായി തുടരന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് പറയുന്നത്. എങ്കിൽ പോലും ഈ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. അതായത് പോലീസിൻ്റെ ഭാഗത്ത് ഈ കൊക്കൈൻ്റെ എത്ര ഗ്രാം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ അളവ് എത്രയാണ് പ്രതികളിൽ നിന്ന് പിടികൂടിയതെന്ന് കണ്ടെത്താൻ കൃത്യമായി പോലീസിന് രേഖപ്പെടുത്താനാകാത്തതാണ് വീഴ്ചയായി ഇപ്പോൾ പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുകയും പ്രതികളുടെ ജാമ്യത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തത്. എന്തായാലും പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ 20ഓളം പേർ ഈ റൂമിൽ സന്ദർശനം നടത്തിയെന്ന് പറയുന്നു. ഇവർക്ക് ഇതിലെല്ലാം അന്വേഷണം നടക്കും എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും എല്ലാ കാര്യവും പരിശോധിക്കുമെന്ന് പറയുമ്പോൾ പോലും പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കാതെ, പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാതെ, കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാതെ ഈ കേസുമായി എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, കേസുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ഒരു ആശങ്ക മുന്നിൽ നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും കേസുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ മരട് പോലീസ് പറയുന്നത്. ബിനിൻ, സൈഫുനിസ, ആ വിധത്തിലുള്ള പ്രതികരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സിനിമാ താരങ്ങളായിട്ടുള്ള പ്രയാഗ മാർട്ടിൻ ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസി എന്നിവർ കുപ്രസിദ്ധ ഗുണ്ട ഓം പ്രകാശ് കൊച്ചിയിൽ ക്രൗൺ പ്ലാസയിൽ ഇന്നലെ മുറിയെടുത്ത് താമസിച്ചപ്പോൾ അവിടെ എത്തി എന്നുള്ളതാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കൊക്കൈൻ പാക്കറ്റ് ഉൾപ്പെടെ ഓം പ്രകാശിൽ നിന്ന് പിടിച്ചെടുത്തു. പക്ഷേ മതിയായ അളവിൽ ലഹരി പിടിച്ചെടുക്കാത്തതിനാൽ തന്നെ NDPS ആക്ടിലെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് നിലവിൽ പ്രതികൾക്ക് 2 പേർക്കും ജാമ്യം ലഭിച്ചിരിക്കുകയാണ്.